അതെ, മരം വെട്ട് വേഗം സിമ്പിളായിട്ട് പഠിക്കാവുന്നേ ഉള്ളൂ നമുക്കത്. കാരണം ടാപ്പിങ്ങുകാർ കുറവായി, മരങ്ങളെല്ലാവരും റബ്ബർ മുറിച്ച് കളഞ്ഞുകൊണ്ടിരിക്കുന്ന കാലഘട്ടത്തിലൊന്നും പോകുന്നത്. ഈ ടാപ്പിംഗ് എന്ന് പറഞ്ഞാൽ അത്രമാത്രം വലിയ കാര്യമൊന്നുമല്ല എന്നെ സംബന്ധിച്ച്. നിങ്ങളൊന്ന് പരിശ്രമിച്ചാൽ ഈ കത്തി പിടിക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടുന്നത്, ഈ കത്തി ഒരു കാരണവശാലും ടാപ്പ് ചെയ്യുമ്പോൾ ഈ കത്തിയുടെ ഇത് ഇങ്ങനെ ചെരിയരുത്, ഇങ്ങനെയും ചെരിയരുത്, അകത്തേക്കും പുറത്തേക്കും ചെരിയരുത്. ഇത് തന്നെയല്ല, ഈ കത്തിയുടെ ഭാഗങ്ങളെന്ന് പറഞ്ഞാൽ വളരെ എല്ലാ ഭാഗവും മൂർച്ചയുള്ളതാണ്. ഇവിടെ മൂർച്ചയുണ്ട്, ഇവിടെ മൂർച്ച, എല്ലാ സ്ഥലത്തും മൂർച്ചയുള്ളത്. നമുക്കതറിയാതെ നമ്മുടെ ശരീരത്തിൽ സ്പർശിച്ചാൽ പോലും നമ്മൾക്കത് ആ കൈ മുറിയാൻ സാധ്യതയുണ്ട്. ആയതുകൊണ്ട് കത്തി എടുക്കുമ്പോൾ പോലും വളരെ ശ്രദ്ധിച്ച് വേണം നമ്മളത് ചെയ്യാൻ. ആദ്യം ഒരു വര കൊടുത്തു, മരത്തിൻ്റെ ഏകദേശം ഒരു ഇത് വെച്ച് നോക്കി ഒരു വര കൊടുത്തു. അത് കഴിഞ്ഞതിന് ശേഷമാണ് ഞാൻ ഈ വള്ളി കൊണ്ട് ഇത് പിടിക്കുന്നത്. അപ്പോൾ മരവും ഞാനും തമ്മിൽ ഏതാണ്ട് ഇത്രയും 1.5 അടി പൊക്കത്തിലാണ് ഞാനിനി മാർക്കിടുന്നത്. 1.5 അടി പൊക്കമുള്ളൂ. കാരണം നമ്മൾ അത്ര അടി പൊക്കത്തിലിട്ട് കഴിഞ്ഞ് കഴിഞ്ഞാലും നമുക്ക് കീപ്പോട്ട് പട്ടവരപ്പ് കീപ്പോട്ടാണ് വരുന്നത്. അപ്പോൾ നമുക്ക് ഇത്രയും മരച്ച് കഴിഞ്ഞാലും വീണ്ടും ഇവിടെ പാലുണ്ടാവും. ഇതാണ് റബ്ബറിൻ്റെ ഒരു പാടം. അപ്പോൾ ഞാനിതിനെ പപ്പാതി എടുക്കുകയാണ്. ഇതുണ്ട്, ഇതിനെ പിടിച്ചു, ഇതിനെ 2 ആക്കി മടക്കി വീണ്ടും ഇതിനെ പപ്പാതി ആക്കി കൊണ്ടുവരികയാണ്. അപ്പോൾ എനിക്ക് കിട്ടിയിട്ടുണ്ട്, ഇവിടെ അവിടെ കിട്ടി. ഇതിനാട്ടെ ഇനി മാർക്കിടുക കേട്ടോ. ഇത് താഴത്തെ മാർക്കാണ്, മറ്റേത് ഇച്ചിരി പൊക്കിയിട്ടു. അപ്പോൾ ഇതിൻ്റെ വ്യത്യാസങ്ങളാണ് ഞാനീ പറഞ്ഞത്. ഇതിപ്പോൾ പപ്പാതിയിലെത്തി ഇല്ലേ, ഉണ്ടോ? ഒന്നൂടെ വേണമെങ്കിൽ തെളിച്ചു കൊടുക്കാം. പറഞ്ഞതുപോലെ ഒരു കാരണവശാലും മരമായിട്ട് കത്തി എത്തരുത്, പുറത്തേക്ക് ഇങ്ങനെ വലിച്ച് വെട്ടാൻ ശ്രമിക്കുകയും ചെയ്യരുത്. ഇപ്പോൾ അതിൻ്റെ അകത്ത് അത് വെട്ടിക്കഴിഞ്ഞു. ഞാൻ അടിയിൽ ഒരു ചിരട്ടയും വെച്ച് കൊടുക്കാം. ഇത് കഴിഞ്ഞു. ഇനി അടുത്ത ദിവസവും ഇതുമേ തന്നെ വെട്ടണമായിട്ട് നമുക്ക് വേണമെങ്കിൽ നോക്കാം. അത് പിന്നീട് കഴിഞ്ഞു. ഇപ്പോൾ ഇത്രയും ഇതാണ് എനിക്ക് നിങ്ങളുടെ ടാപ്പിംഗ് എന്ന് പറഞ്ഞാൽ തന്നെയല്ല ഒരു മരത്തിന്. ഇനിയിപ്പോൾ ഈ മരത്തിന് പട്ടമരപ്പ് തുടങ്ങുന്ന എന്താണെന്ന് വെച്ചാൽ, ആ പട്ടമരപ്പിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ കുറച്ച് ദിവസങ്ങൾ കഴിയുമ്പോൾ ഈ മരത്തിന് ഈ പിങ്ക് കളറിൽ ഈ ഒട്ടുപാലിൻ്റെ മുകളിലേക്ക് ഒരു പിങ്ക് കളർ കാണാൻ തുടങ്ങും. പാല് ഓവറായിട്ട് ചാടാനും തുടങ്ങും. പിങ്ക് കളർ കണ്ടു കഴിഞ്ഞാൽ ഇതിന് ബാക്ടീരിയ ബാധിച്ചു എന്ന് നമ്മൾ തിരിച്ചറിയണം. റബ്ബറിന് ഇതിന് ജീവനുള്ള വസ്തുവായിരുന്നു. ഇതിന് മരത്തേലേക്ക് ഒരു കാരണവശാലും നമ്മൾ കത്തി അടുപ്പിക്കരുത്. കാരണം അങ്ങനെ കത്തി അടുപ്പിച്ച് മരം കുത്തിപ്പൊളിച്ചെടുത്താൽ ഇത് ഒത്തിരി പഴക്കമില്ലാതെ ഈ സാധനം ഉണങ്ങിപ്പോകുന്നതാണ്. കാരണം ഇതിന് ജീവനുള്ളതാണ്. ഏതൊരു മരം മരിച്ചു കഴിഞ്ഞാൽ അത് ഉണങ്ങുക. അതിനെ വേണമെങ്കിൽ ഉണക്കണമെങ്കിൽ ഇതിൻ്റെ ഒരു കാരണവശാലും ഇത് നമ്മളിപ്പോൾ ഇത്രയും കാലങ്ങൾ ഒരു വർഷം ഇത് വെട്ടിക്കഴിഞ്ഞാൽ പിന്നെ അത് ജീവനുള്ളതുകൊണ്ട് അതിൻ്റെ മേളിക്കിടെ വീണ്ടും പഴയ പോലെ തന്നെ തൊലി ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കും. ഇതാണ് ജീവനുള്ളൊരു വസ്തുവിൻ്റെ റബ്ബർ ടാപ്പിംഗ്. നമ്മളൊരു കാരണവശാലും അതിലേക്ക് മരത്തേലേക്ക് കുത്തി വെട്ടാൻ സമ്മതിക്കരുത് നമ്മൾ.